സഭാ നടപടികൾ തടസ്സപ്പെടുത്തുന്നത് ജനാധിപത്യ പാരമ്പര്യത്തിന് ചേർന്നതല്ല എന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. സഭയിൽ ക്രിയാത്മകമായ ചർച്ചകൾ നടക്കുന്നതിന് രാഷ്ട്രീയ പാർട്ടികളെല്ലാം യോജിച്ച് നിൽക്കണമെന്ന് രാജ്യത്തെ നഗരസഭാ അധ്യക്ഷന്മാരുടെ ദേശീയ സമ്മേളനം ഉദ്ഘാടനം ചെയ്യവേ സ്പീക്കർ പറഞ്ഞു. കേരളത്തിൽ നിന്ന് 17 നഗരസഭാ ചെയർപേഴ്സൺമാരും പരിപാടിയിൽ പങ്കെടുത്തു. മാനിക്കുന്ന വിധത്തിലാകണം സഭകളുടെ പ്രവർത്തനം. അവിടെ ജനങ്ങളുടെ ഓരോ പ്രശ്നത്തെയും വിലയിരുത്തി കൃത്യതയോടെയുള്ള പരിഹാരങ്ങൾ ഉണ്ടാകണം. മാതൃകാപരമായ ഈ ഒരു പ്രവർത്തന ശൈലിയാവണം മുനിസിപ്പാലിറ്റികളും നടപ്പാക്കേണ്ടത് എന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള പറഞ്ഞു. ऐसे कई नेता थे जो नगरीय सरकारों से निकलकर देश और राष्ट्र के नेतृत्व करने की क्षमता है. हमारा राजनीतिक नेतृत्व अगर निकलेगा तो आप में से ही निकलेगा. आप में से सशक्त नेतृत्व निकलेगा. आपका व्यवहार, आपका आचरण, आपकी ईमानदारी, एक कर्तव्य की धरती, यहाँ से कर्म की धरती के माध्यम से आप जितना श्रेष्ठ काम करेंगे लोग बरसों तक आपको याद करेंगे. ഇന്നലെയും ഇന്നുമായി ഹരിയാനയിലെ മനേസറിൽ നഗരസഭാ മുനിസിപ്പാലിറ്റി അധ്യക്ഷന്മാരുടെ ദേശീയ യോഗം നടക്കുന്നുണ്ട്. വേദിയെ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതിനിടെ കഴിഞ്ഞ 3 ലോക്സഭകളിലും അംഗമായതിന്റെ അനുഭവവും ഓം ബിർള പങ്കുവച്ചു. സാധാരണക്കാർ നേരിട്ട് സംവദിക്കുന്നത് തദ്ദേശ സ്ഥാപനങ്ങളുമായിട്ടാണ്. മുനിസിപ്പാലിറ്റികളുടെ തീരുമാനങ്ങൾ അതിനാൽ പൊതുജനങ്ങളുടെ പ്രതീക്ഷകൾക്കൊത്ത് ഉയരേണ്ടതുണ്ട്. ജനാധിപത്യത്തിന്റെ യഥാർത്ഥ ശക്തി നഗരസഭകളാണ് എന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം ഏറ്റവും മികവുറ്റതാക്കുന്നതിന് വേണ്ടി സഹായിക്കുന്ന ഒരു കോൺഫറൻസ് ആയിട്ടാണ് ഇതിനെ ഞങ്ങൾ കാണുന്നത്. ജനങ്ങളുമായി ഏറ്റവും കൂടുതൽ അടുത്ത് സംവദിക്കുന്നവരാണ് ലോക്കൽ ബോഡീസിലെ ചെയർമാൻമാരും മേയർമാരും ഒക്കെ. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു വലിയൊരു അവസരമായിട്ട് കാണുകയാണ്. 2047 വികസിത ഇന്ത്യ എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ മുനിസിപ്പാലിറ്റികളുടെയും നഗരസഭകളുടെയും പങ്കാളിത്തം അനിവാര്യമാണ് എന്നും യോഗത്തിൽ അഭിപ്രായമുയർന്നു. ഹരിയാന മുഖ്യമന്ത്രി നായബ് സിംഗ്, കേന്ദ്രമന്ത്രി മനോഹർ ലാൽ ഖട്ടർ തുടങ്ങിയവരാണ് യോഗത്തിൽ പങ്കെടുത്ത മറ്റ് പ്രമുഖർ. മാതൃഭൂമി ന്യൂസ്, ഡൽഹി.